ജനം TV വാർത്തയ്ക്ക് പിന്നാലെ മലപ്പുറം ജില്ലയിലെ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ സദ്യ നൽകാൻ തീരുമാനം. വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധവുമായി ഭക്തരും രംഗത്തെത്തിയിരുന്നു. ഭഗവതിയുടെ പിറന്നാൾ ദിനമായ വെള്ളിയാഴ്ച ബുഫേ രീതിയിൽ സദ്യ വിളമ്പാനായിരുന്നു ദേവസ്വം ബോർഡിന്റെ നീക്കം. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന രീതി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ ദേവസ്വം ബോർഡ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ നൽകുന്ന സദ്യ ഇക്കുറി ബുഫേ രീതിയിൽ നൽകാനായിരുന്നു നീക്കം. ഇത് ജനം TV വാർത്ത നൽകുകയും ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ദേവസ്വം ബോർഡ്. ഇപ്പൊ അതേ തീരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടിലും ചെയ്യാനുള്ള നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് ചില പ്രതിഷേധമൊക്കെ വന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് ചില പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അതിൽ ഇടപെട്ട ആളുകൾ പരാതിയൊക്കെ പറഞ്ഞ സമയത്ത് അതുകൂടി പരിഗണിച്ചിട്ട് ചെറിയൊരു മാറ്റം നമുക്ക് പോലീസ് സജസ്റ്റ് ചെയ്തിരുന്നു. ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അതിന് ആദ്യം ട്രിപ്പ് ഇലയിൽ വിളമ്പിയതിനു ശേഷം പിന്നെ ബുഫേ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രായമായവർക്കും രോഗബാധിതർക്കുമെല്ലാം പ്ലേറ്റിൽ നൽകും. മറ്റുള്ളവർക്ക് ഇലയിൽ നൽകാനാണ് തീരുമാനം. 13-ാം തീയതി ഇലയിട്ട് വിളമ്പണം എന്നതായിരുന്നു നമ്മുടെ ഒരു ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ അത് അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരമാവധി ശ്രമിക്കുകയും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് സംസാരിക്കുകയും ഇലയിട്ട് വിളമ്പലും കൂട്ടത്തിൽ അസുഖമായിട്ടോ മറ്റോ ഉള്ള ആളുകൾക്ക് ധൃതിയായിട്ട് പോകേണ്ട ആളുകൾക്ക് ബൊഫേ സംവിധാനവും മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ നടത്താമെന്ന രീതിയിലുള്ളൊരു തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം സമരം മാറ്റിവെച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ പിറന്നാൾ ദിനത്തിൽ ഇലയിലാണ് സദ്യ വിളമ്പുക. ഇന്നുവരെ ഒരു ഭക്തർക്ക് പോലും സദ്യ കഴിക്കാതെ മടങ്ങേണ്ടിയും വന്നിട്ടില്ല. ഇതെല്ലാം അട്ടിമറിക്കുക എന്ന നീക്കമായിരുന്നു ബുഫേ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് പിന്നിൽ. തൃക്കാർത്തിക ദിനമായ വെള്ളിയാഴ്ച ഇതര ജില്ലകളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തും. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.